കെബിൻ ചേട്ടാ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ സാഹചര്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഇത്രയും പരാതികൾ ഉയർന്നു വന്നപ്പോൾ കഴിഞ്ഞ 2 തവണയും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ലൂപ്പ് ഹോൾസ് ഉണ്ടാക്കി അതിൽ നിന്ന് മൂരി പോരുന്ന ഒരു സാഹചര്യം രാഹുലിനുണ്ടായിരുന്നു. പക്ഷേ ഈ 3ാമത്തെ പരാതി വന്നതോടുകൂടി പൂർണ്ണമായും പെട്ടുകഴിഞ്ഞു എന്നുള്ള അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? തീർച്ചയായും. അതായത് അദ്ദേഹത്തെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനായിട്ടുള്ള എത്തിക്സ് കമ്മിറ്റിയുടെ റിവ്യൂ മീറ്റിങ്ങുകൾ ആരംഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. ബഹുമാനായ കേരളത്തിൻ്റെ സ്പീക്കർ AN ഷംസീർ അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളെല്ലാം പരിശോധിക്കുമെന്ന് മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ട്. നോക്കൂ, ഏതെങ്കിലും വിധത്തിൽ ധാർമ്മികത ഉണ്ടെങ്കിൽ അദ്ദേഹം ഈ MLA എന്നുള്ള പ്രിവിലേജ് ഉപയോഗിക്കരുത്. പ്രിവിലേജ് അദ്ദേഹത്തിന് ലഭിക്കില്ല എന്നുള്ളൊരു മറ്റൊരു വസ്തുതയാണെങ്കിലും ആ MLA സ്ഥാനം രാജിവെച്ച് പോകണം. എന്ത് കഷ്ടമാണെന്ന് നോക്കി, ഒരു ഇത്രയും ചർമ്മബലം ഉള്ളൊരു മറ്റൊരു വ്യക്തിയെ കേരള രാഷ്ട്രീയത്തിൽ ഇതിനു മുമ്പ് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതായത് നമ്മൾ മുൻകാലങ്ങളിലെല്ലാം എടുത്ത സ്റ്റാൻഡുകൾ വളരെയധികം ശരിയാണ്. അതായത് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവരുന്ന സാഹചര്യത്തിലായാലും മറ്റ് സാഹചര്യത്തിലായാലും അദ്ദേഹത്തിന് ചിരിച്ചുകൊണ്ട് നേരിടുകയാണ്. ഇത്രയും നാണക്കേടുകൾ സംഭവിച്ചു, അല്ലെങ്കിൽ ഇനിയൊരു രാഷ്ട്രീയ ജീവിതമോ വ്യക്തിപരമായ ജീവിതമോ മുൻപിലില്ല എന്നുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് അറിയാം, അതാണ് യാഥാർത്ഥ്യമെന്ന്. എന്നിട്ട് പോലും ഒന്ന് തല കുനിക്കാനോ അല്ലെങ്കിൽ ചെയ്തത് തെറ്റാണ് എന്നുള്ളൊരു കുറ്റബോധം അദ്ദേഹത്തിന്റെ മനസ്സിൽ എവിടെയും ഇല്ല എന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രത്തോളം ജനങ്ങളുടെ മുൻപിൽ അല്ലെങ്കിൽ ഈ പറയുന്ന വൈദ്യപരിശോധനയ്ക്കൊക്കെ പോകുമ്പോൾ ആ ഒരു അഹങ്കാരം, അദ്ദേഹം ഒരു സെക്സിസ്റ്റ് ആണ്, സെക്ഷൽ സൈക്കോ ആണെന്ന് പറയുന്നതിൽ ബുദ്ധിമുട്ടിട്ട് എന്നാലും പറയാതിരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. നോക്കൂ, ഈ അവസാനം വന്ന പരാതി പരിശോധിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയാണ് രാഹുലിനെ പരിചയപ്പെടുത്തുന്നത്. വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന സമയമായിരുന്നു ഈ പരിചയം ഉടലെടുത്തത്. രാഹുലും താനുമായി പ്രണയത്തിലാവുകയും തൻ്റെ വിവാഹബന്ധം വേർപെടുത്താൻ നിർബന്ധിക്കുകയും ചെയ്തു. അന്നത്തെ കാര്യം, വിവാഹമോചനത്തിന് ശേഷം വിവാഹം കഴിക്കണമെന്ന് രാഹുൽ ഉറപ്പു നൽകിയതായും യുവതി പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. താൻ വിട്ടുപോകാതിരിക്കാൻ ഒരു കുഞ്ഞ് വേണമെന്ന് രാഹുൽ നിർബന്ധിച്ചിരുന്നതായി യുവതി മൊഴി നൽകി. കുഞ്ഞുണ്ടായാൽ വീട്ടുകാർ വിവാഹത്തിന് പെട്ടെന്ന് സമ്മതിക്കുമെന്ന് അദ്ദേഹം വിശ്വസിപ്പിച്ചു. ഈ സ്ട്രാറ്റജി തന്നെയാണ് പുള്ളിക്കാരൻ എല്ലാത്തിനും. തെരഞ്ഞെടുപ്പ് സമയമായാലും പൊതുപ്രവർത്തകനായാലും പൊതുവിടങ്ങളിൽ വെച്ച് കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞ് രാഹുൽ തന്നെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഒരു ജനപ്രതിനിധിയാണ്, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഘടനയുടെ അധ്യക്ഷനായിരുന്നു. എവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള സമയം ലഭിക്കുന്നതെന്ന് ഈ ഘട്ടത്തിൽ പോലും അറിയാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് എന്നുള്ളത് പരാതിയിൽ കൃത്യമായി പറയുന്നു. ഹോട്ടൽ മുറിയിൽ എത്തിയ ഉടൻ യാതൊരു പ്രകോപനമില്ലാതെ തന്നെ ക്രൂരമായി കടന്നാക്രമിച്ചു എന്ന് യുവതി പറയുന്നു. മുഖത്ത് അടിക്കുകയും തുപ്പുകയും ചെയ്തു. ഇതിനപ്പുറം അത്രയും വക്രീകരിക്കുന്ന രീതിയിൽ മനസ്സുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് ഇതിലൂടെ തെളിയുകയാണ്. അല്ലാതെ ഒരു പെൺകുട്ടി വന്നിട്ട് മുഖത്തടിക്കുകയും തുപ്പുകയും ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെ പറയുമെന്ന് ഈ കാലഘട്ടത്തിൽ അംഗീകരിക്കാൻ സാധിക്കില്ല. ദേഹത്ത് പലയിടങ്ങളിലും മുറിവുകൾ ഉണ്ടാക്കി. അതാണ് പറഞ്ഞത്, പുള്ളിക്കാരൻ ഒരു സൈക്കോയാണ്, വേദനകൾ ആഘോഷിക്കുന്ന മനുഷ്യനാണ്, സാഡിസ്റ്റ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. ഓവുലേഷൻ ഡേറ്റ് ആണെന്ന് പറഞ്ഞിട്ടും കുഞ്ഞുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നും യുവതി മൊഴിയിൽ വ്യക്തമാക്കി. പിന്നീട് ഗർഭിണിയായ വിവരം അറിയിച്ചപ്പോൾ രാഹുലിൻ്റെ പെരുമാറ്റം മാറിയെന്ന് യുവതി ആരോപിക്കുന്നു. തന്നെ അസഭ്യം പറയുകയും കുഞ്ഞിൻ്റെ ബോധത്തെക്കുറിച്ച് ആക്ഷേപിക്കുകയും ചെയ്തു. ഭ്രൂണത്തിൻ്റെ DNA പരിശോധനയ്ക്ക് താൻ തയ്യാറായത് ഈ അഭിമാനം സഹിக்க വയ്യാതെയാണെന്ന് യുവതി പറയുന്നു. രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഗർഭചിത്രത്തിനായി വലിയ സമ്മർദ്ദമുണ്ടായി. സ്ലട്ട് ഷെയ്മിങ്ങിനും ഭീഷണികൾക്കും ഇരയായതോടെ കടുത്ത മാനസിക ശാരീരിക പ്രയാസങ്ങൾക്കിടെ ഗർഭചിത്രം നടത്തേണ്ടി വന്നു. ഇപ്പോൾ 2ാമത്തെയാണ് നടത്തുന്നത്. 2ാമത്തെ ആണോ എന്ന് അടുത്ത കേസുകൾ വരുമ്പോൾ അറിയാം. ഈ വിവരം അറിയിക്കാൻ ശ്രമിച്ചപ്പോൾ രാഹുൽ തന്നെ ഫോണിൽ ബ്ലോക്ക് ചെയ്തതായും ഇമെയിലുകൾക്ക് മറുപടി നൽകിയില്ലെന്നും പരാതിയിൽ പറഞ്ഞു. അതായത് നോക്കൂ, ഈ ആദ്യത്തെ പരാതിയിൽ എന്താണ് നമ്മൾ കേട്ടത്? ആ പറഞ്ഞ അതിജീവിതം പറഞ്ഞ അതേ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്. ദേഹത്ത് മുറിവേൽപ്പിക്കുകയാണ്, മുഖത്ത് തുപ്പുകയാണ്, അടിക്കുകയാണ്, അല്ലെങ്കിൽ നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയാണ്. ഇത് ഒരു സാധാരണഗതിയിൽ ചിന്തിക്കുന്ന ഒരു നോർമൽ മനുഷ്യനെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല. പക്ഷേ അതായത് ഇതൊക്കെ പുറത്ത് കേൾക്കുമ്പോൾ വീണ്ടും ആലോചിക്കുള്ളൂ. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് ഒരു സ്ത്രീ എന്നുള്ള ഒരു മനുഷ്യ സഹജീവി എന്ന നിലയിലേക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ അത്തരത്തിൽ കാണാൻ കഴിയുമോ എന്ന് പോലും ഈ ഘട്ടത്തിൽ പറയാനാകില്ല. അതെ, തീർച്ചയായിട്ടും. നമുക്കറിയാം, സീരിയൽ കില്ലർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏതൊരു സീരിയൽ കില്ലറിനും അവരുടേതായ ഒരു രീതി ഉണ്ടാവും, ഒരു പാറ്റേൺ ഉണ്ടാവും ചെയ്യുന്ന കാര്യങ്ങൾക്ക്. ഇപ്പോൾ രാഹുലിന്റെ ഈ ഒരു കാര്യത്തിലും അത് തന്നെയാണ്. രാഹുലിനെ ഒരു സീരിയൽ റേപ്പർ എന്ന് നമ്മൾ വിളിക്കേണ്ടി വരും. കാരണം ഒരേ പാറ്റേണിലൂടെയാണ് ഇപ്പോൾ ആദ്യം വന്ന പരാതിയിലുള്ള ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിച്ചാൽ 2ാമത് വരുമ്പോഴും അതേ കാര്യം തന്നെ അതേ രീതിയിൽ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ എത്ര പരാതി വന്നാലും ഇതിൽ നിന്നും വലിയ വ്യത്യാസങ്ങളൊന്നും വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫെനി നൈനാന്റെ പേര് ഇവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ 2 പരാതികളിലും ഉയർന്നു കേട്ടിരുന്നു. ഒരിടത്ത് റൂമിൽ എത്തിച്ചു കൊടുത്തത് ഫെനി നൈനാണെന്ന് പറയുന്നത്.
ഇതുവരെ അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ പിടിച്ചെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും പിടിക്കപ്പെടുമെന്നുള്ളത് തന്നെയാണ്. കാരണം ഒന്നാം പ്രതി രാഹുൽ ആണെങ്കിൽ രണ്ടാമത്തെ പ്രതി തീർച്ചയായിട്ടും അല്ലെങ്കിൽ കൂട്ടുപ്രതി തീർച്ചയായിട്ടും എപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുമ്പം അതിന്റെ വാലി തൂങ്ങാനായിട്ട് കൂടെ ഒരാൾ കാണുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഫെനി നയനാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. ഈ എന്താണ് നിയമപരമല്ലാത്ത ഗർഭചിത്രത്തിന് ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിച്ചിട്ടെങ്കിൽ അത് കൊടുത്ത വ്യക്തി, അത് പ്രിസ്ക്രൈബ് ചെയ്ത ഡോക്ടർ, ഇവരെ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇത് ഒന്നും രണ്ടും പരാതിയല്ല, ഇനിയും പരാതികൾ ഒരുപാട് വരാനുണ്ട്. എന്താണ് എന്താണ് ഒരു ക്രോണിക് ഇന്ന ആളാണെന്ന് പറയുന്നത് ഇന്ന എന്നുള്ള സ്ഥലത്ത് പൂരിപ്പിക്കുക മനുഷ്യൻ എത്രയാണെന്ന് വെച്ചാൽ ഒരു ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു മനുഷ്യജീവിയെടുത്ത് ഇത്തരത്തിൽ ക്രൂരമായി അത് പ്രവർത്തിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് നോക്കൂ. അത് കേരള രാഷ്ട്രീയത്തിൽ ഇതിനു മുമ്പ് ഇത്തരത്തിൽ അതായത് മോശപ്പെട്ട അത്രയും വികൃതമായ വക്രീയ മനസ്സുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ കഴിഞ്ഞ കാലങ്ങളിലൊന്നും തന്നെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപാട് കേസുകൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, ഒരുപാട് പേരുടെ ഇവരുടെ വി ടി ചാക്കോ ഇങ്ങോട്ട് വരെ ഒരുപാട് കേസുകളുണ്ട്. കോൺഗ്രസിലായാലും CPM ഇത്തരത്തിൽ വക്രീയ മനസ്സുള്ള ഇത്തരത്തിൽ എന്തെങ്കിലും പറയുമ്പോൾ ഡിഫൻസിലേക്ക് പോകും, അല്ലെങ്കിൽ ആത്മവിമർശനമായിട്ട് എടുക്കും. ഇതിപ്പോൾ പാർട്ടി തള്ളി പറഞ്ഞിട്ടും പാർട്ടി പുറത്താക്കിയിട്ടും ഇത്രയും പരാതികൾ വന്നിട്ടും ഒരു ചെറു പുഞ്ചിരിയോടെ ഞാൻ മറ്റേ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവന്ന ആ സാഹചര്യം നമ്മൾ മൊബൈലിലോ TV-യിലോ കാണുമ്പോൾ അദ്ദേഹം മറ്റേ എക്സ്കർഷന് പോകുന്ന മൂഡിലാണ് അദ്ദേഹം പോകുന്നത്. അത്രത്തോളം ഇനി രാഹുലിൻ്റെ പിന്നിൽ ഇതിനൊക്കെ ധൈര്യം പകർന്ന് നിൽക്കുന്നത് അത്തരത്തിലുള്ള ടീമുകളുണ്ടോ, ഗ്രൂപ്പുകളുണ്ടോ, ഇതിനു പിന്നിൽ മാഫിയകളുണ്ടോ എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യണം. തീർച്ചയായിട്ടും ഇപ്പോൾ നോക്കൂ, ഈ രാഹുൽ എന്ന് പറയുന്നത് ഒരു മിഡിൽ ക്ലാസ് എന്താണ് സാമ്പത്തിക നിലവാരമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ്. ഇത്രയും പണം ഇറക്കി ഒളിച്ചു താമസിക്കാനും അതേപോലെ തന്നെ മുൻകൂർ ജാമ്യം എടുക്കാനും ഇന്ന് തന്നെ ജാമ്യത്തിന് അപ്ലൈ ചെയ്യാനും വരുന്ന ഒരു ചിലവിനെ പറ്റി ഹർഷയ്ക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പറഞ്ഞ പെൺകുട്ടികളെ സാമ്പത്തികമായി ചൂഷണം ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ഹർഷ എത്ര രൂപയുടെ ചെരുപ്പായിടുന്നത്? 200 രൂപ. പക്ഷെ രാഹുൽ മാങ്കൂട്ടം 10,000 രൂപയുടെ ചെരുപ്പ് ബെർക്കിൻ സ്റ്റോക്ക് പോലുള്ള ബ്രാൻഡുകളൊക്കെ വാങ്ങിക്കാൻ അത് സ്വന്തം പൈസക്കല്ല, ഇതേപോലെ പരിചയപ്പെടുന്ന പെൺ സുഹൃത്തുക്കളിൽ നിന്ന് അപഹരിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ ഈ പണ്ടൊക്കെ കൊച്ചു കുട്ടികൾ നമ്മൾ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അവന്റെ കയ്യിലിരിക്കുന്ന ബലൂൺ എങ്ങനെയെങ്കിലും കൈക്കലാക്കണമെന്ന് വിചാരിക്കുന്ന പോലെ ഈ പെൺകുട്ടികളെ കണ്ടാൽ അവരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ അവരുടെ പക്കലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം തന്നെ പക്കലാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് മൊഴിയിലൊക്കെ നൽകിയിരിക്കുന്നത്. ആ പെൺകുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന വില കൂടിയ വാച്ച് തട്ടിയെടുക്കാനുള്ള ശ്രമം നടന്നു. ചിരിച്ചുകൊണ്ട് പറയേണ്ട കാര്യമല്ല. അല്ല, ഈ പറയുന്ന അതുപോലെ തന്നെ പെൺകുട്ടിയുടെ പരാതിയിൽ കൃത്യമായി പറയുന്നുണ്ട്, ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പരിചയപ്പെട്ടു, ആ ഒരു സമയത്താണ് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ വീണ്ടും ഇവർ തമ്മിലൊരു ഇദ്ദേഹം വീണ്ടും സമീപിച്ചിരുന്നു എന്നും വീണ്ടും ഇത്തരത്തിൽ ആദ്യത്തെ തവണ ഉണ്ടായിരുന്ന അനുഭവം മാറ്റി വീണ്ടും സ്നേഹത്തോടു കൂടി സംസാരിക്കാൻ വന്നു എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു പാലക്കാട് ഒരു ഫ്ലാറ്റ് എടുത്ത് വാങ്ങിത്തരണം, അതായത് വാങ്ങിത്തരണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് പെൺകുട്ടിയോട്, വാങ്ങിത്തരണം, നമുക്ക് ഒരുമിച്ച് അവിടെ താമസിക്കാമെന്ന്. അതിനപ്പുറത്തേക്ക് പല രീതിയിലുള്ള സാമ്പത്തിക ചൂഷണങ്ങൾ ചെയ്തു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇദ്ദേഹത്തെ ഇപ്പോൾ കഴിഞ്ഞ 1-2 ചർച്ചകളിൽ നമ്മുടെ മറ്റൊരു സബ്ജക്ട് വിശേഷിപ്പിച്ചൊരു വാക്കുണ്ടായിരുന്നു, മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്. ഇപ്പോൾ ആ ഒരു രീതിയിൽ അദ്ദേഹത്തെ വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു MLA ആയി അല്ലെങ്കിൽ ഈ പറഞ്ഞ പാലക്കാട് അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന ഒരു കൂട്ടം ജനങ്ങൾ, അദ്ദേഹത്തിന്റെ ആദ്യ ഒരു പരാതി വന്നപ്പോൾ അതിനെ അവിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം ജനങ്ങൾ, പക്ഷെ ഇന്നിപ്പോൾ അദ്ദേഹത്തെ അംഗീകരിക്കാൻ സാധിക്കാത്തൊരു നിലയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള ബാക്കിയുള്ള കാലങ്ങളെല്ലാം തന്നെയും ഒരു തടവറയിൽ അദ്ദേഹത്തിന്റെ ജീവിതം എരിഞ്ഞടങ്ങുമോ എന്ന് നമുക്ക് വരുന്ന സമയങ്ങളിൽ അറിയാൻ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും വരും മണിക്കൂറുകൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും.